അസൈൻമെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗം 14 നമുക്ക് അസൈൻമെൻറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റിലേക്ക് കടക്കാം. എന്താണ് അസൈൻമെൻറ്റ്? ബോർഡിൽ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു ഡാഷ്. എയും എ ഡാഷും ചേർന്നാൽ പിന്നെ യു എൽ ഉണ്ടാവുക. യുവിനെ രണ്ട് ഭാഗങ്ങളാക്കുന്നതാണ് എയും എ ഡാഷും. അപ്പോൾ അത് രണ്ടും ചേർന്നാൽ എന്തുണ്ടാവും? യു. അപ്പോൾ ആദ്യത്തെ ഉത്തരം യു. എല്ലാവരും ശരിയാക്കിയില്ലേ? അടുത്തത്, എ ഇൻ്റർസെക്ഷൻ എ ഡാഷ്. എക്കും എ ഡാഷിനും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ പൊതുവായ അംഗങ്ങളുണ്ടോ? പൊതുവായ അംഗങ്ങളില്ല. ഡിസ്റ്റോയിൻറ്റ് സെറ്റ്സ് ആണ് അവ. എയും എ ഡാഷും ഡിസ്റ്റോയിൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ആൻസർ 5. എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു 5. തേർഡ് വൺ, 5 ഡാഷ് ഇൻ്റർസെക്ഷൻ എ. 5 ഡാഷ് എന്താ? 5 ഡാഷ് ഇന്നലെ പഠിച്ചു. 5 ഡാഷ് എന്ന് പറഞ്ഞത് യു ആണെന്ന് ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 ഡാഷിൻ്റെ നേരെ ചുവടെ യു എന്ന് ടീച്ചർ എഴുതിയിരിക്കുന്നു. ഇൻ്റർസെക്ഷൻ തന്നെ എ. യു ഇൻ്റർസെക്ഷൻ എ. ഇൻ്റർസെക്ഷൻ പൊതുവായ അംഗങ്ങൾ യുവിനും അതുപോലെ തന്നെ എക്കും പൊതുവായ അംഗങ്ങൾ ഏതൊക്കെയാണ്? യുവിനും എക്കും പൊതുവായ അംഗങ്ങൾ എ തന്നെ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് എ. ഓക്കെ, എല്ലാവരും ശരിയാക്കിയിട്ടില്ലേ? നെക്സ്റ്റ് വൺ, യു ഡാഷ് ഇൻ്റർസെക്ഷൻ എ. നമുക്കറിയാം യു ഡാഷ് എന്ന് പറയുന്നത് 5 ആണെന്ന്. അപ്പോൾ യു ഡാഷിൻ്റെ ചുവടെ ടീച്ചർ 5 എന്ന് എഴുതിയിരിക്കുന്നു. 5 ഇൻ്റർസെക്ഷൻ എ. 5 ഇൻ്റർസെക്ഷൻ എ എന്താണ്? 5ക്കും എക്കും പൊതുവായ അംഗങ്ങൾ 5 ആരും ഇല്ല. പിന്നെ അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ എടുക്കാൻ പറ്റുമോ? പൊതുവായ അംഗങ്ങളുണ്ടോ? ഇല്ല. അത് ആൻസർ ഈസ് 5. അപ്പോൾ 4 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. നമുക്ക് അടുത്ത ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, സെറ്റ് തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ. അത് ഒരു ലോയാണ്. ഡിമോർഗൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ കണ്ടുപിടിച്ച ഒരു നിയമമാണ് ഡിമോർഗൻസ് ലോ. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് ഡിമോർഗൻസ് ലോ ആൻഡ് വെരിഫൈ ഇറ്റ്. നമുക്ക് നോക്കാം എന്താണ് ഡിമോർഗൻ ലോ എന്ന് പറയുന്നത്. ബോർഡുമ്മ ടീച്ചർ എഴുതിയിട്ടുണ്ട് ഡിമോർഗൻസ് ലോ. ആ ശാസ്ത്രത്തിൻ്റെ പേരാണ് ഡിമോർഗൻ. എന്താണ് ലോ? സിമ്പിളാണ്. ലോ അത്ര വിഷമൊന്നുമില്ല. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. രണ്ട് ലോ ഉണ്ട്. ആദ്യത്തെ ലോയാണ് ഇത്. രണ്ടാമത്തെ ലോ ഇത്. എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. എന്തൊക്കെയോ സാമ്യമുണ്ട് അല്ലേ ഇവ തമ്മിൽ? ഇവിടെ യൂണിയൻ വരുമ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ, ഇവിടെ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ ഇവിടെ യൂണിയൻ. ഒക്കെ പിന്നെ ഡാഷുകളാണ്. 2 ലോ ഉണ്ട് ഡിമോർഗൻസ് ലോ. അപ്പോൾ ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇവിടെ യൂണിയൻ വന്നു, ഇവിടെ ഇൻ്റർസെക്ഷൻ വന്നു. പിന്നെ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ? വീട്ടിൽ ചെന്നിട്ട്, അല്ല വീട്ടിലല്ല, നമ്മൾ വീട്ടിലാണ് ഇടയ്ക്ക് ഇതൊന്ന് ഡിമോർഗൻസ് ലോ ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ, എഴുതി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അത് വെരിഫൈ ചെയ്യണം, അത് ശരിയാണോ എന്ന്
ഒരു പ്രോബ്ലം വഴിക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, വെരിഫൈ ഡി മോർഗൻസ് ലോ. ഒരു സെറ്റ് തന്നിട്ടുണ്ടാവും, ദേ യു ഈക്വൽ ടു 1 2 3 4 5 6 എന്നും എ ഈക്വൽ ടു 2 3 ബി ഈക്വൽ ടു 3 4 5 അങ്ങനെ ഒരു സെറ്റുകൾ 3 സെറ്റ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ചോദ്യം ഇങ്ങനെ വരിക, വെരിഫൈ ഡി മോർഗൻസ് ലോ. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക. ഷുവർ ക്വസ്റ്റ്യൻ അത്. ഒരു 80% വരാൻ സാധിക്കുന്ന സെറ്റ് തിയറിയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് നന്നായി മനസ്സിലാക്കുക. ഒരു സെറ്റ് എയും ബിയും തന്നിട്ടുണ്ടാവും, യുവും തന്നിട്ടുണ്ടാവും ഇതുപോലെ. എന്നിട്ട് വെരിഫൈ ഡി മോർഗൻസ് ലോ എന്ന് പറയും. നമുക്ക് വെരിഫൈ ചെയ്യാം, ശരിയാണോ എന്ന് നോക്കുക. 2 ലോ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ലോ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ആദ്യം എന്താ കണ്ടുവരിക? നന്നായി നോക്കുക. യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ളത് ആദ്യം ഈ ഭാഗമാണ് 1. ഒന്നാമത്തെ നിയമമാണ് നമ്മളിപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് കേട്ടോ, ഒന്നാമത്തെ നിയമം. അപ്പോൾ അതിലേക്ക് ഏതാ ആവശ്യം? എ യൂണിയൻ ബി ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എ യൂണിയൻ ബി കാണുക. എ യൂണിയൻ ബി ഇത് കണ്ടിരിക്കുന്നു. എ യൂണിയൻ ബി, എ എവിടെയുണ്ട്? 2 3, ബി 3 4 5. അപ്പോൾ എ യൂണിയൻ ബി എന്തായിരിക്കും? 2 3 പിന്നെ റിപ്പീറ്റാണ്, അപ്പോൾ 5. 2 3 4 5. 2 3 കഴിഞ്ഞാൽ പിന്നെ 4 5. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്താണ്? ഡാഷ്. എ യൂണിയൻ ബിയുടെ ഡാഷാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എ യൂണിയൻ ബി നന്നായി കാണുക. എല്ലാവരും എ യൂണിയൻ ബി നോക്കിയിട്ട് യുവിൽ നിന്ന് മാറ്റി നിർത്തുക, കിഴിക്കുക, കുറയ്ക്കുക. ഡാഷ് കാണാനുള്ളത് മനസ്സിലായ? യു മൈനസ് എ. അപ്പോൾ യുവിൽ നിന്ന് എ യൂണിയൻ ബി മാറ്റി നിർത്തിയാൽ ബാക്കി എന്താണുള്ളത്? 1 ഉണ്ടാവും, 6 ഉണ്ടാവും അല്ലേ? അപ്പോൾ 1 6 എഴുതി. അത് ഇക്വേഷൻ നമ്പർ 1 അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മൾ കണ്ടു. ഈ ഭാഗം എ യൂണിയൻ ബി ഹോൾ ഡാഷ് അവിടെ കണ്ടുവച്ചു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പേരും കൊടുത്തു. അടുത്തായിട്ട് നമുക്ക് ഇത് കാണും, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ ആദ്യം തന്നെ എ ഡാഷ് കാണും. എന്താ എ ഡാഷ്? യു ഇന്ന് എ കിഴിക്കുക, യു മൈനസ് എ. അപ്പോൾ ബാക്കി എന്താ വരിക? 1. ഇത് യു എടുക്കണു, 1. പിന്നെ 2 3 ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി 4 5 6 എ ഡാഷ്. ഇനി ബി ഡാഷ്. ഇത് ബീനെ കണ്ടോ എല്ലാവരും? 3 4 5. അതിലത് മാറ്റിയാലോ? യുന്ന് 3 4 5 മാറ്റിയാൽ ബാക്കി എന്താണുള്ളത്? 1 2 6. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ കാണണ്ടേ? എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും ഇൻ്റർസെക്ഷൻ. ഏതാണിത്? എ ഡാഷിലും ബി ഡാഷിലും പൊതുവായിട്ടുള്ള അംഗങ്ങൾ. എ ഡാഷിലും ബി ഡാഷിലും പൊതുവായിട്ടുള്ള അംഗങ്ങൾ 1 6. കണ്ടോ? ആ 1 6 എങ്ങനെ ഇവിടെ കിട്ടിയിരിക്കുന്നത്? എ ഡാഷ് ഇൻ്റർസെക്ഷൻ. Equation number 2. Okay, from 1 and 2. ഇതാണ് എഴുതിയിരിക്കുക. ഫ്രം 1 and 2 എന്ന് പറഞ്ഞിട്ട് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. കിട്ടിയത് കണ്ടോ? അപ്പോൾ ഡിമോർഗൻ തെറ്റിയിട്ടൊന്നുമില്ല, ഡിമോർഗൻ തെറ്റിയിട്ടില്ല, ശരിയാണ്. നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധൈര്യത്തിന് ശേഷം നമുക്ക് മറ്റേ രണ്ടാമത്തെ ലോ തെളിയിക്കാം കേട്ടോ. അപ്പോൾ എഴുതിത്തോളൂ. ഇവിടുന്ന് അങ്ങനെ ഇവിടേക്ക് പോകാട്ടോ. ബോർഡിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ടീച്ചർ മുകളിൽ എഴുതിയിരുന്നേ. എ ഡാഷും ബി ഡാഷും കഴിഞ്ഞിട്ട് ഫ്രം 1 and 2 വി ഗെറ്റ് ദി റിസൾട്ട്. ഈ റിസൾട്ട് കിട്ടി.
ഫ്രം 1 and 2 we get the result. എഴുതണം ഫ്രം 1 and 2 എന്ന് എഴുതിയിട്ട് ഇത് എഴുതുക, ഈ നെയിം എഴുതുക കേട്ടോ. ശ്രദ്ധിക്കണം, ഇവിടെ എ ഡാഷ് ബി ഡാഷ് കണ്ടു കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോവുക, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കാണുക, എന്നിട്ട് ഫ്രം 1 and 2 we get the result. ഓക്കെ, എഴുതിയെടുക്കുക കേട്ടോ, തെറ്റിക്കരുത്. ഇനി നമുക്ക് അടുത്ത ലോ, സെക്കൻഡ് ലോ നോക്കാം. സെക്കൻഡ് ലോയ്ക്ക് ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ്? ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി വേണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ടീച്ചർ ഇവിടെ കണ്ടിരിക്കുന്നു. എക്കും ബിക്കും പൊതുവായ അംഗങ്ങൾ ഏതൊക്കെയാണ്? ആകെ കൂടി 3 ഉള്ളൂ, 3 പിന്നെ അതിൻ്റെ ഡാഷ് ഉണ്ട്. ആ 3 മാറ്റി നിർത്തി ബാക്കി യുവിലുള്ള എല്ലാവരും 1 2 3 വേണ്ട, 3 ഇല്ലുണ്ട്, 4 5 6 ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്തായിട്ട് ഇനി നമുക്ക് വേണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് കിട്ടി, ഇതൊന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 1. അടുത്ത എ ഡാഷ്, അത് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എ ഡാഷ് 1 4 5 6, ബി ഡാഷ് 1 2 6. ഇനി അവയുടെ യൂണിയൻ, എ ഡാഷിൻ്റെ ബി ഡാഷിൻ്റെ യൂണിയൻ. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ എഴുതിയേക്കണു 1 2 1 2, ഞാൻ ഓർഡർ പ്രകാരം എഴുതിയതാണ്. 1 4 5 6 1 2 6, ഇത് കൂട്ടി എഴുതാൻ വേണ്ടോ? അപ്പോൾ ഞാൻ ഓർഡർ ആക്കി എഴുതി 1 2 4 5 6. ഇത് തന്നെയല്ലേ ഇതും? നോക്കിയേ, ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പേര് കൊടുത്തു. മുകളിൽ കിടക്കണ ഇക്വേഷൻ നമ്പർ 1 ഈ സെറ്റ് തന്നെയല്ലേ? ഈ സെറ്റും അതെ. ഫ്രം 1 and 2 we get the second law. മനസ്സിലായോ? എളുപ്പമാണ്. ഡി മോർഗൻസ് ലോ വളരെ ഇമ്പോർട്ടൻറ്റും ആണ്, എളുപ്പവുമാണ്. തെറ്റിക്കരുത്. ഒരു 3 മാർക്കിനൊക്കെ വരാവുന്ന നിർബന്ധ ഒരു ചോദ്യമാണ്. പഠിക്കുന്നു ചെന്നിട്ട് മറ്റേ ബുക്കിൽ ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, എഴുതിയെടുക്ക്. ഇനി നമുക്ക് വേറെ കണക്ക്, രണ്ടാമത്തെ കണക്ക് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. യു ഈക്വൽസ് 9 വരെയുള്ള സംഖ്യകൾ, പിന്നെ എ ഈക്വൽസ് 2 4 6 8, ബി ഈക്വൽ 2 3 5 7. വെരിഫൈ ഡി മോർഗൻസ് ലോ. അങ്ങനെ എഴുതും. ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് വെരിഫൈ ഡി മോർഗൻസ് ലോ. വെരിഫൈ ഡി മോർഗൻസ് ലോ. തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ടീച്ചർ കണ്ടേക്കണു. എയും ബിയും യൂണിയൻ ചെയ്യാം. എ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 2 3 4 5 6 7 8. ഇതൊക്കെ ഇപ്പോൾ നന്നായി വെള്ളം പോലെ എഴുതാൻ പറ്റാതായിട്ടോ. എ യൂണിയൻ ബി കാണാം. അതിനുശേഷം അതിൻ്റെ ഡാഷ് കാണുക. ഡാഷ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു 1 9 എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് വേണ്ട കാര്യം ഏതാണ്? മറ്റേ സൈഡിലെ എ ഡാഷ്. എ ഡാഷ് എനെ നോക്കിയിട്ട് എ ഡാഷ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ അക്കങ്ങളൊക്കെ യുവിൽ നിന്ന് മാറ്റി ബാക്കിയുള്ള 1 3 5 7 9 ഇതിന്ന് ഇത് ഈ യുവിൽ നിന്ന് ഇതൊക്കെ കൊണ്ട് മാറ്റുക. ഡാഷ് കാണുക. അപ്പോൾ 1 3 5 7 9 എന്ന് കിട്ടി. അതുപോലെ ബി ഡാഷ്. ബി ഡാഷ് കിട്ടാൻ യുവിൽ നിന്ന് 2 3 5 7 മാറ്റുക. അപ്പോൾ ബാക്കി സംഖ്യകൾ. ഇനി അവയുടെ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷിലും ബി ഡാഷിലും പൊതുവായ അംഗങ്ങൾ ഏതാണ്? ഏതാണ് രണ്ടിലും പൊതുവായിട്ടുള്ള അംഗങ്ങൾ?
19. ഇക്വേഷൻ നമ്പർ 2. നേരത്തെ എ യൂണിയൻ ബി ഹോൾ ഡാഷ് 19 എന്ന് കിട്ടിയിരിക്കുന്നു. ഇത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് 19 എന്ന് കിട്ടിയിരിക്കുന്നു. ഫ്രം 1 and 2. From 1 and 2 we get എന്ന് കിട്ടി ഡി മോർഗൻസ് ലോയുടെ ആദ്യ ഭാഗം എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം തെളിയിക്കാം. അതിൽ ആദ്യം വേണ്ടത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ആണ് വേണ്ടത്. എയിലും ബിയിലും പൊതുവായ അംഗങ്ങൾ ഏതാണ്? എയിലും ബിയിലും പൊതുവായ അംഗങ്ങൾ 2. ഈ രണ്ടാണ് രണ്ടിലും പൊതുവായിട്ടുള്ളത്. അപ്പം അത് കിട്ടി. പിന്നെ എന്താ വേണ്ടത്? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് വേണം. അപ്പോൾ ഈ രണ്ടും ഒഴിച്ചത് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷിനെ രണ്ടും ഒഴിച്ച് ബാക്കി യുവിലുള്ള എല്ലാവരും എഴുതുക. ബാക്കി യുവിലുള്ള എല്ലാവരും എഴുതി. 2 എഴുതാൻ പാടില്ല, ഡാഷാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എഴുതി, 2 ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എഴുതി. അപ്പോൾ ഇങ്ങനെ കിട്ടി 1, 3, 4, 5, 6, 7, 8, 9. ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് എന്താ വേണ്ടത്? എ ഡാഷും ബി ഡാഷും വേണം. എ ഡാഷ് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്, ബി ഡാഷ് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. അവയുടെ യൂണിയനാണ് വേണ്ടത്. ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ. അപ്പോൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഇതിനി കൂട്ടി വയ്ക്കുമ്പോൾ എന്താ കിട്ടും? 1, 3. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരേ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. 1, 3, പിന്നെ 4, 5, 6, 7, 8, 9 എഴുതിയിരിക്കുന്നു. ഇനി ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും ഒന്ന് നോക്കി, ഒന്ന് തന്നെയല്ലേ? ഇക്വേഷൻ നമ്പർ 1 ഇത്, ഇക്വേഷൻ നമ്പർ 2 ഈ കിട്ടും. രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഭാഗമായ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് കിട്ടി. വെരിഫൈഡ്. അപ്പോൾ ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നന്നായി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിന് വരുന്നേക്കാൾ മുമ്പ് ഇത് നന്നായി ചെയ്ത് പഠിക്കുക കേട്ടോ. എന്തായാലും ഷുവർ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി എ ഡാഷും എ ഇൻ്റർസെക്ഷൻ ബിയും എ യൂണിയൻ ബിയും എല്ലാം കുട്ടിക്ക് അറിയോ എന്ന് ടീച്ചേഴ്സിന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ പരീക്ഷ നടത്തിപ്പുകാർക്ക് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. നല്ലപോലെ ചെയ്തു പഠിക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഡി മോർഗൻസ് ലോ ഒന്നുകൂടി പറയണോ? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇനി അത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇവിടെ ഇൻ്റർസെക്ഷൻ വന്നാൽ ഇവിടെ യൂണിയൻ, ഇവിടെ യൂണിയൻ വന്നാൽ ഇവിടെ ഇൻ്റർസെക്ഷൻ. നോക്കി പഠിക്കുക. എന്നെ ശ്രദ്ധിച്ചിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.